സമുദ്രാരതി. ഒഡീഷയിലെ പുണ്യനഗരമായ പുരിയിലെ സമുദ്രതീരത്ത് നടക്കുന്ന അതിമനോഹരമായ ഒരു വഴിപാടാണ് സമുദ്രാരതി. വാരാണസിയിലെ ഗംഗാ ആരതി പോലെ തന്നെയാണ് ഈ സമുദ്രാരതിയും ഭക്തിസാന്ദ്രമായ ഒന്ന്. ഒഡീഷയിലെ പുരി കടൽ തീരത്താണ് ഇത് നടക്കുന്നത്. പ്രധാനമായും സ്വർഗദ്വാർ ബീച്ചിനടുത്തുള്ള ശങ്കരാചാര്യ മഠത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭാഗത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഈ ആരതി ഒരു കെട്ടിടമോ ക്ഷേത്രമോ അല്ല, മറിച്ചൊരു ചടങ്ങാണ്. പുരിയിലെ ഗോവർദ്ധന മഠം ശങ്കരാചാര്യരുടെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. കടലിനെ ദൈവമായി സങ്കല്പിച്ച് നടത്തുന്ന ആരാധനയാണിത്, മഹോദധി ആരാധന. പുരിയിലെ സമുദ്രത്തെ വെറും കടലായല്ല, മറിച്ച് മഹോദധി അഥവാ പുണ്യക്കടലായാണ് ഭക്തർ കാണുന്നത്. ജഗന്നാഥൻ്റെ ഭാര്യാപിതാവായാണ് സമുദ്രരാജനെ കണക്കാക്കുന്നത്. സമുദ്രത്തെ ആരാധിക്കുന്നത് പ്രപഞ്ചത്തിലെ ജലാംശത്തെയും പ്രകൃതിയെയും ആദരിക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദി ശങ്കരാചാര്യർ പുരിയിലെത്തിയപ്പോൾ സമുദ്രത്തെ വണങ്ങിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ആചാരം. സമുദ്രത്തിൻ്റെ ക്രോധത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനും ലോകശാന്തിക്കുമായാണ് ഈ ആരതി ഉഴിഞ്ഞു വരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം സൂര്യാസ്തമയ സമയത്ത് ഏകദേശം 6-6:30 മണിയോട് അനുബന്ധിച്ചാണ് ഈ ആരതി നടക്കുന്നത്. ഏകദേശം 30 മുതൽ 40 മിനിറ്റോളം നീളുന്ന ചടങ്ങാണിത്. കടൽ തീരത്താണ് നടക്കുന്നതെങ്കിൽ കൂടിയും വസ്ത്രധാരണ രീതി എവരും ശ്രദ്ധിക്കുക. മതപരമായ ചടങ്ങായതിനാൽ മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ഓട്ടോറിക്ഷയിലോ സ്വർഗദ്വാർ ബീച്ചിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. പുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2-3 കിലോമീറ്റർ ദൂരം മാത്രമേ ഇങ്ങോട്ടേക്കുള്ളൂ. പൂജാരിമാർ മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ച് വലിയ നിലവിളക്കുകളും ധൂപങ്ങളും വീശി കടലിനോട് അഭിമുഖമായി നിന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നത് കാണാൻ വളരെ മനോഹരമാണ്. ഈ സമയത്ത് ഭക്തർക്ക് ഇവിടുത്തെ മണലിൽ ഇരുന്ന് ആരതി ദർശിക്കാവുന്നതാണ്. പോകാം, നമുക്ക് ദർശിക്കാം സമുദ്രാരതി.